തീയതി സമസ്തയുടെ യോഗം നടക്കാൻ പോവുകയാണത്രേ. അതിൻ്റെ കോലാഹലങ്ങൾ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. വലിയ മഹാന്മാരുണ്ടാക്കിയ സ്ഥാപനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാവരെയും നല്ല വഴിയിലാക്കി തീർക്കട്ടെ. എന്തിനേറെ പറയുന്നു, എന്നെ ക്ഷണിച്ചിട്ടില്ല. ഞാൻ ക്ഷണിക്കാത്ത സ്ഥലത്തൊക്കെ പോയി വാദം പറയാനൊന്നും എനിക്ക് സാധ്യമല്ല. നിങ്ങളെ ഈ ചെറിയ രാജ്യത്തെ കാദിയൊന്നും ആയതുകൊണ്ട് എനിക്കൊന്നും വരാൻ പോകില്ല. അവിടെ നിൽക്ക് കാര്യമില്ല. ഇവിടുത്തെ കാദി ഞാനൊന്നുമല്ല. അല്ലാഹു കാരണം എനിക്ക് എത്രയോ 4000 ചില്ലാനം മഹല്ലിലെ കാദിയുള്ള അവരെല്ലാവരും എനിക്ക് വേണ്ടി ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ കൂടെ അല്ലാതെ ഞങ്ങൾ ഒരാൾക്കും ഞങ്ങളെ പേരയിലൊക്കെ എഴുതിയിട്ടെങ്കിലും ഞങ്ങളാരും അതിന് പോകില്ല. തങ്ങൾ വന്നിട്ടല്ലാതെ കണ്ട്, തങ്ങളെ കീഴിലല്ലാതെ കണ്ട് ഈ സമസ്തക്ക് ഇനി ഒരാളുണ്ടാവില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് മഹാനായ ഞാനാണെന്നാണ്. ഞാൻ മഹാനായിട്ട് സംസാരിക്കും. ഇതുവരെ ഞാൻ സാധു വരുന്നു. ഏതായിരുന്നാലും പ്രിയപ്പെട്ട ജനങ്ങളെ, കുറച്ചൊക്കെ തമാശ വേണം സംസാരിക്കും. ഒരു കൂട്ടിനുള്ള ദേഷ്യം ഞാൻ തമാശ പറയുന്ന മുപ്പര് വലിയൊരു ആര്യമാണ്. ഞാനോനാ അങ്ങനെ ഉണ്ടായിരിക്കുന്ന മുപ്പര് ഓർമ്മ. എൻ്റെ സ്വഭാവമാണ് എൻ്റെ ചെങ്ങായിമാരെ. മൂപ്പര് വലിയൊരു ആര്യമാണെന്ന ഓർമ്മ. ഞാൻ കിതാബ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു കോപ്പി കൊടുത്ത് ഞാൻ നോക്കുമ്പോൾ വായിക്കാൻ കിട്ടുന്നില്ല. സയ്യിദ് സാദ് ജഹി ചുക്കുമുളകരി പല്ലി എന്നില്ല, അന്നെല്ലാം കാണും. ചുക്കുമുളക് തിപ്പരി എന്നുള്ളത് ചുക്കുമുളകരി പല്ലി ആയാലും പിന്നെ എന്താ ശരിയാവുക? തീരെ വായിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറയും, എന്ത് തേങ്ങയിലാണ്ടോ തങ്ങൾ എന്താണ് നിങ്ങൾ ഇത് ഇത്ര വലിയ ഒരു ഇതുണ്ടാക്കിയിട്ട് കാര്യം? ഞങ്ങളെത്ര വലിയ കുത്തുബഹാനുണ്ട് എന്ന് പറയാനാണ്. എന്താ അതുകൊണ്ട് കാര്യം? അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ നിങ്ങളോട് പറയണത്, അവരൊക്കെയും തോബ ചെയ്ത് മടങ്ങാനുള്ള സൽബുദ്ധി അവർക്ക് കൊടുക്കട്ടെ. നിങ്ങളാരും പേടിക്കണ്ട. നിങ്ങളെപ്പോലത്തെ സ്ഥലത്തൊക്കെ പോയി അത് പറയണം, നിന്നെക്കൊണ്ട് സാധ്യമില്ല. മറ്റന്നാൾ പത്രത്തിൽ നിങ്ങൾക്ക് കാണാം. അതിൽ ഏത് പത്രം? ചന്ദ്രികയിൽ പേരില്ല. അവർ 2 മാസം കണ്ട്, ഇവർ മാസം കണ്ട്. സമസ്തൻ്റെ സെക്രട്ടറി മാസം കണ്ടെന്നാണ് പറയാം. സമസ്തൻ്റെ സെക്രട്ടറി അയാൾ കണ്ണിന് കാഴ്ചയില്ല. അപ്പം നിങ്ങളിങ്ങനെ മാസം കണ്ടെന്ന് ചോദിച്ചാൽ കണ്ണിന് ഞാൻ കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനില്ല. അപ്പം എൻ്റെ കുടിയിൽ കണ്ണാടെ കൊണ്ടുവരാൻ പ്രയാസമായി. നോക്കുമ്പോൾ ആ കണ്ണാടിയും ശരിയല്ല. അപ്പം അങ്ങനെ കേട്ട് മാസം കണ്ടു എന്നുള്ളത് അവിടുത്തെ പള്ളിക്കല മുക്രി പറഞ്ഞു എന്ന് പറഞ്ഞു. മുക്രിനെ വിളിച്ചാണ്. മുക്രിയെ ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൂടിയിട്ട് ഖബറിൻ്റെ അവിടെ മഴ ചെയ്ത ആളെ ബഹുമാനത്തിന് വേണ്ടി ഞങ്ങളെത്തി കാശ് തന്നു. നിങ്ങൾ മാസം കണ്ട? ഇല്ല. പിന്നെന്ത്? ഇവിടെ ആകെ ലഹളയായിട്ട് തങ്ങൾ അവിടെ പോത്തിന് അറക്കലും ഇതൊക്കെ. അപ്പോൾ അത് ഞാൻ മാസം കണ്ടെന്നാണ് പറഞ്ഞാൽ പിന്നെ കേസില്ലല്ലോ. ഒറ്റ മനുഷ്യ മാസം കണ്ടിട്ടില്ല. പക്ഷെ എന്താണ് അട്ടിമറിക്കേണ്ടതെന്ന്? മാസം കണ്ടത് 13-ാം തീയതിയാണെന്ന് പറഞ്ഞത് 14-ാം തീയതി ആയിട്ട് സ്വീകരിക്കണമെന്നായി. പിന്നെ ചന്ദ്രികൾ വായിച്ചോളെ പൊന്നാബീബന്മാരെ ഉണ്ടെന്നാ. ഞാൻ വായിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ വന്നു റബീഉൽ അവ്വൽ ഇത്രാം തീയതിയാണെന്ന് പറഞ്ഞതാണ്, പേച്ചു പോയതാണ്. അത് ഇത്രാം തീയതിയാണെന്നായി പിറ്റേ ദിവസം. കാരണം കടപ്പുറത്ത് മാസം കണ്ടുന്നേ. കടപ്പുറത്ത് ഞങ്ങളൊക്കെ കടപ്പുറത്താണ് വന്ന് താമസിക്കൽ കാര്യം. കാരണം ഈ കടപ്പുറത്തേക്ക് തങ്ങന്മാരോട് വലിയ സ്നേഹം, മീഡിയന്മാരോട്. മീനില്ലെങ്കിൽ അവർ തങ്ങന്മാരെടുത്ത് വരും, ദ്വാരിപ്പിക്കും. അങ്ങനെ വല്ല അസമായൻ്റെ പണി വെച്ചില്ലാത്ത പോയത്തക്കാരും മീനേക്കന്മാർ ഞാൻ പോരാന്ന് പറഞ്ഞിട്ട് കടലിൽ കൊണ്ടുപോയി മീൻ കിട്ടിയില്ല ഓനെ അതിലിട്ട് കൊള്ളും. പോരത് വല്ലതൊക്കെ എഴുതി കൊടുക്കുക. ഇതിന് 10 ഉറുപ്പ്യ എന്തുകൊണ്ടിരണം? കുറച്ച് മീൻ കിട്ടിയെങ്കിൽ 10 നാളെ കൊള്ളും. വലിയ വിളവന്മാരാ. കടപ്പുറത്തെ ആളുകളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ പൊന്ന ഹബീബന്മാരെ നിങ്ങൾ എന്തിനാണ് വന്നിരുന്നത് എടക്കുപള്ളിക്ക്? ഞങ്ങൾ അവിടെ ലഹള അടിച്ചേക്കണം. വീട്ടിൽ കുട്ടികളും ഇന്നലെ പപ്പടം പൊഴിച്ചത് നാളേക്ക് തീരും ഇതൊക്കെ ആയപ്പോൾ മാസം കണ്ടത് ഞാനാണ്ട് പറഞ്ഞതാണ്. അള്ളാഹു ജീവനല്ലേ ഒക്കെ പുറത്തു തരട്ടെന്നത്. ഇതാണ് മാസം കാണല്. അതാ മൂപ്പര് ഉറപ്പിച്ചേക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ കുറി ഉണ്ടായിട്ടുണ്ട്. ഈ കുറി ജാമിയ നൂരിയുടെ അധ്യക്ഷനായിട്ട് സനത് കൊടുക്കുന്ന ആൾ അത് പ്രിൻസിപ്പാളാണ്. പ്രിൻസിപ്പാളല്ല, എന്താ പേരുണ്ട്? ഹജ്ജിനൊക്കെ ആളെ കൊണ്ടുപോകുന്ന ആൾക്ക് എന്താ പറയാ? അങ്ങനെയൊന്നുമില്ല. ചെയർമാൻ, ഹജ്ജിന്റെ ചെയർമാന്. ഹജ്ജിന്റെ ഏറ്റവും വലിയ ചെയർമാൻ സിഖുകാരനാണ്. അറിയോ നിങ്ങൾ? തലകെട്ട് കിട്ടിയിട്ടില്ല. സിഖുകാരൻ ഞാനറിയും. ഒരു ഹിന്ദുവാണ്. അവർക്കാണ് അതിൻ്റെ സ്ഥാനമുള്ളത്. അവരാണ് അതിനുള്ള പണി ഒപ്പിക്കുന്നത്. പിന്നെ ഇയാൾ ചെയർമാനായിട്ട് എന്താ കാര്യം? കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലം 8 കൊല്ലം മുമ്പ് പോയി തല്ലി കിട്ടിയത് എനിക്കറിയാം. ഈ കൊല്ലം അയാൾ ഹജ്ജിന് പോയെങ്കിൽ എൻ്റെ കാലിൻ്റെ കയ്യിൽ നിന്നിട്ട് ഇവിടെ രോമമില്ലാത്ത കയ്യിൽ നിന്ന് തന്നെത്താൻ രോമം മുളച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നത് പോയില്ല അയാൾ. അതൊക്കെ അറിയാം. ഇവിടെ രോമം മുളപ്പിക്കാനുള്ള കഴിവിരിക്കുന്നുണ്ടെന്ന്. അല്ല, തല്ല് കിട്ടുന്ന ആൾക്ക് അറിയാം. ഇതാണ്
തല്ലിക്കിട്ടി. അതിൻ്റെ പുറമെ ഇവിടെ വന്നപ്പോൾ 15,000 15 ലക്ഷം ഇന്ന് യോഗം കൂടുന്ന സ്ഥലത്ത് യോഗം കൂടാൻ വെച്ചിരുന്നവർ കുമ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ സമസ്ത കേരളന്റെ യോഗം നടത്തുന്ന സ്ഥലം ചേളാരി എന്ത് മാറും. അതല്ലേ ഏറ്റവും വലിയത് എവിടെയാണ്? പാണക്കാട്ട് തങ്ങൾക്കും വയ്യാണ്ടിരിക്കുമ്പോൾ ഉന്തിക്കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലം എവിടെയുണ്ടോ? പാണക്കാട് തങ്ങൾ അങ്ങേപ്പുറത്ത് വലിയൊരു സ്ഥാപനമുണ്ട്. അവിടെ വെച്ചാണ് യോഗങ്ങളൊക്കെ നടത്തല്. ലോകം തിരിയാത്ത മനുഷ്യന്മാർ. ചെങ്ങായി ചെമ്മാട് എവിടെ കിടക്കണ്, ഇതെവിടെ കിടക്കണ്? പാണക്കാടിന്റെ അതിർത്തി എവിടെയാണ്? മലപ്പുറം. അവിടെയാണല്ലോ എല്ലാവരോടും പറഞ്ഞിട്ട് ഹജ്ജിൻ്റെതൊക്കെ പറഞ്ഞിട്ട് മുസ്തഫ പൂക്കോയ തങ്ങളുള്ള മഹാൻ പോയത്. സുന്നി മഹൽ. അയാൾക്കത് പുറത്തു കൊടുക്കട്ടെ, വേണമെങ്കിൽ പുറത്തു കൊടുത്താൽ ഞാൻ പറയാം. എത്ര കള്ളത്തരം ചെയ്ത് വെള്ളിയാഴ്ച മരിച്ച് അത് പൊരുത്തപ്പെട്ടൊക്കെ ശരി. എന്തുകൊണ്ട് പോകുമ്പോൾ സമസ്തയിൽ നിന്ന് ജാമിയ നൂരിയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു, നിങ്ങൾ നമ്മുടെ നേതാക്കന്മാരെ ആക്ഷേപിച്ച് കുഞ്ഞാലിക്കുട്ടി എന്ന ഹോജാനെയും മറ്റേ ഹോജാനെയും ഈ അഹമ്മദ് ഹോജാനെയെല്ലാം ആക്ഷേപിച്ച് അതുപോലെ തന്നെ അവിടുത്തെ വലിയതൊക്കെ നടത്തുന്ന ഒരാളുടെ ഒരു ജന്തു. അവനാണ് എല്ലാ മുനാഫിക്കും. അവന് ചൊക്കട് ഏറിപ്പോയപ്പോൾ എന്നെ കാല് പിടിച്ച് തോബ ചെയ്ത് പോയി ഓപ്പറേഷൻ ചെയ്ത് വന്നപ്പോൾ വലിയ ആളായി. പിന്നെ രണ്ടാമത്തെ ആളായി മാനൂശ്രീയാർ. പെങ്കൂസിന്റെ ഭാഷയിലെ സംസാരിക്കും. എന്ന് പറയും. പിന്നെ ഇപ്പോ മലയാളത്തിൽ ശരിക്കാരും സംസാരിച്ച് പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. അല്ലെങ്കിൽ നാളത്തെ പ്രസംഗത്തിന് കേട്ടോളൂ. അയാൾ ശബ്ദം ഏത് തനി പെങ്കൂസിന്റെ പ്രസംഗമാണ്. അയാളുടെ നേതാവ് വഹാബിയാണ്. നാട്ടിൽ നടത്തുന്ന ഏറ്റവും വലിയ സ്ഥാപനത്തിന്റെ മുതലാളി നാട്ടിൽ വരുമ്പോൾ ഇവൻ അത് മറച്ചു വെക്കും. വഹാബി മൗദൂദി ആരോ ഒരാളാണ്. എന്തിനായിക്കോട്ടെ അവർക്ക്. പക്ഷെ സാധാരണ വഹാബി മൗദൂദി അല്ല. 2 റക്അത്ത് അല്ല, 2 ഖുത്ബ ഓതും. അതിന് ശേഷം നിസ്കരിക്കുകയും ചെയ്യും. അല്ലാതെ ഒരു ഖുത്ബ മാത്രം ഓതി പെണ്ണുങ്ങളും ആണുങ്ങളും കൂടി കളഞ്ഞിട്ട് നമ്മളാവിക്കൊക്കെ കണ്ടത് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക. ഇപ്പം അവിടെ തെറ്റായിരിക്കണം. അവനവൻ്റെ പെണ്ണുങ്ങളെ മുഖം കാണിച്ച് എല്ലാവരും തൃപ്തിയാവില്ല. ചില ആളുകൾ ഇവൻ്റെ പെണ്ണുങ്ങളെ നമുക്കൊന്ന് കാണുന്നുള്ള നിലക്കൊരിക്കൽ പോയി. അപ്പം അവള് മുഖം കണ്ടിട്ട് കളഞ്ഞിട്ട് തിരിച്ച് നിസ്കരിക്കാൻ വരുമ്പോൾ ഹറാമാണ് കയ്യും. അപ്പം എല്ലാവരും നോക്കിയിരുന്നു. അവൻ പറഞ്ഞ് ഇവിടെ വരുന്ന ആളുകൾ മുഴുവൻ ആളുകളും അവനവൻ്റെ പെണ്ണുങ്ങളെ മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി വരുന്നവരാണ്. അറബ് നാട്ടിലെ ദയ്യൂസ് എന്നാ പറയാം. എന്ത് ഓപ്പൺ നിങ്ങൾ പഠിക്കുന്ന പുസ്തകത്തിൽ കണ്ടല്ലേ 14 ദിവസം കൊണ്ട് ഓപ്പൺ ഇംഗ്ലീഷ് എത്ര 14 ദിവസം കൊണ്ട് പോക്കൻ ഇംഗ്ലീഷ് പഠിക്കാൻ എന്തിനാണ് ഇത് ആള് സ്വീപ്പാക്കണ ഹബീബ് പോക്കൻ. അതുപോലെ പോക്കൻ അറബിയാണ്. പോക്കൻ അറബി ദയ്യൂസ്. അവനവൻ്റെ പെണ്ണുങ്ങളെ കായ് കിട്ടാൻ വേണ്ടി കൂടെ ആളെ തൊളിച്ചു കൊണ്ടുപോകുന്ന മൂതായവി. ഇതിനാണ് പോക്കൻ അവിടുത്തെ ഭാഷയിൽ പറയാം. ഇവര് ദേഷ്യം പിടിച്ച് അയ്യേ നിങ്ങൾക്ക് നാളല്ലെങ്കിൽ എൻ്റെ വീടിനെ എല്ലാവർക്കും കാണിക്കാൻ ഞാൻ വരില്ല, അതുകൊണ്ട് ഞാൻ സുന്നിയത്തിലേക്ക് മടങ്ങാണെന്ന് പറഞ്ഞ് സുന്നിയായിട്ട് മടങ്ങുക ചെയ്തത്. അങ്ങനെ സുന്നികളുടെ കൂട്ടത്തിൽ കുറേ ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ മടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ശരി. ഞാൻ വിഷയം മാറിപ്പോയി. പൊന്ന ഹബീബെ അങ്ങനെ ദോഷം എനിക്കുണ്ട്. ഞാൻ ഏതായാലും ഇത് പറഞ്ഞത് സമസ്ത കേരള ജമിയത്തുൽ ഉലമാഇന്റെ പ്രസിഡന്റ് ആയ ഞാൻ നാളെ മറ്റന്നാൾ പോകുന്ന ആ യോഗത്തിലേക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത് തങ്ങന്മാർക്കാ ഞങ്ങളെന്ത് ചെയ്താൽ അങ്ങനെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ദ്വാരന് പോരാണ്, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല പറഞ്ഞു. അതാണ് ഇപ്പം ഒന്നുണ്ടായത്. സംസാരിക്കാൻ നിൽക്കണ്ട, കാൾ പോരിന്നാണ്. ഒന്നും സംസാരിക്കാണ്ടിരുന്നാലും ഞാൻ എന്തിനാ പറ്റുക? പൊന്ന ഹബീബെ എൻ്റെ ജീവിതം തന്നെ സംസാരിക്കലാണ്. ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ അത് ഇന്ന് പഴയ കാലത്താണെങ്കിൽ അത് കുറേ അധികം സാധിച്ചിരുന്നു. ഇന്ന് വയസ്സനായതുകൊണ്ട് പണ്ടത്തെ പോലെ സംസാരിക്കാൻ സാധ്യമല്ലാത്ത ഒരു ദോഷം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ശരി, ചില ആളുകൾ മരിക്കുന്നത് വരെ സംസാരിച്ചവരുണ്ട് അല്ലേ? എനിക്കറിയാൻ ഡൽഹിയിലുള്ളപ്പോൾ ഡൽഹിയിലെ മഹാന്മാരായ പലരും വളരെ വയസ്സായിരിക്കുന്ന ഒരു മനുഷ്യൻ അന്ന് എൻ്റെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾ ഹിന്ദുവാണെന്നുള്ളത് തെറ്റല്ലാതെ അയാൾക്ക് യാതൊന്നുമില്ല. ആ മഹാന്റെ ജീവചരിത്രം ഞാൻ എൻ്റെ പളിനരീതി എന്ന പുസ്തകം മലയാള ഭാഷയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതവിടെ പ്രസിദ്ധം ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്.
ഗോപാലൻ നായരുടെയും ഗാന്ധിജിയുടെയും അതുപോലെ തന്നെ ഇവിടെ സേവനം ചെയ്തവരെയും എല്ലാം ഏത് നിലയിലാണ് ഇസ്ലാമിന് വേണ്ടിയും നാട്ടിന് വേണ്ടിയും അവർ സേവനം ചെയ്തത് കഴുത്ത് കാണിച്ചു കൊടുത്തതെല്ലാം ഞാൻ വിവരിച്ചിട്ടുണ്ട്. നല്ല ആളുകളെ സംബന്ധിച്ചും അവർ ഞാൻ വിവരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഇന്ന് നടക്കാൻ പോകുന്ന യോഗം നടക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയോ? സിനിമാ ഹാളിൽ നിന്നാണ് പുറപ്പെട്ടിട്ടുള്ളത്. സിനിമ ഹാളല്ലേ അല്ലേ? നാളെ നടക്കാൻ പോകുന്ന യോഗത്തിന് കോഴിക്കോട് സിനിമാ ഹാളിൻ്റെ മുമ്പിലുള്ള സ്ഥലത്തിൽ വരണമെന്ന്. ഇന്ന് നാളെ മറ്റന്നാൾ നടക്കാൻ പോകുന്ന യോഗത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് എന്നോടൊരാൾ പറഞ്ഞാണ് പൊന്ന ഹബീബ്. ഞാനതൊന്നും വായിക്കലില്ല, ഞാൻ തന്നെ ഇപ്പം കണ്ടതാണ്. ആളുകൾ കൂടാൻ വേണ്ടിയിട്ട് സ്ഥലം പറഞ്ഞു കൊടുത്താണ്. എന്നാലും അത് വളരെ വടക്കായിപ്പോയി. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജാമിയ നൂരിയിൽ നിന്ന് രണ്ടാൾ ഒരേ സമയത്താത്ര പഠിച്ചിട്ടുള്ളത്. ഒന്ന് മിസ്റ്റർ മാനു മുസ്ലിയായിട്ട് പറയുന്നത്, ഒന്ന് മറ്റേ ഉമർ ബാഫക്കി അല്ല ഉമർ അലി തങ്ങൾ. രണ്ടാളും ഒരു കൊല്ലത്തിലാണ് ഇത്രേ പഠിച്ചിട്ടുള്ളത്. ഈ പണ്ടാര സ്ഥലത്ത് നിന്ന് നമ്മൾ എന്നാണ് വേറിട്ട് പോകാനും കൂടി അവർ അന്ന് ദ്വാ ചെയ്തിട്ടുണ്ട്. ഇത്രേ അന്ന് പണ്ടാര സ്ഥലമായിരുന്നു, പഠിക്കണം. ശംസുലുലമണ്ടായിരുന്നു, അടിച്ചു കൊല്ലും. ഇന്ന് അവരാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ഒരാൾ അധ്യക്ഷൻ, ഒരാൾ അതിൻ്റെ ഉദ്ഘാടനം, വേറൊരാൾ ഇവിടുത്തെ ചരിത്രം, സമസ്ത കേരളയിൽ ആരൊക്കെ കഴിഞ്ഞു എന്ന്, ആരൊക്കെ ഉണ്ടായി, മുദരിസന്മാർ ആരൊക്കെ മരിച്ചിരുന്നു. ഞാൻ വിചാരിച്ച് കഷ്ടകാലത്തിന് എൻ്റെ പേരേറ്റ് എഴുതുവോ പഠിച്ചോനെന്ന്. അൽഹംദുലില്ലാഹ് എൻ്റെ പേരായിട്ടില്ല. 5-6 പേരുണ്ട്. ആയി ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ടൊന്നുമില്ല, വെറുതെ എഴുതിയാന്നാണ് പറഞ്ഞത്. എന്താ അങ്ങനെ ആയിക്കോട്ടെ. ഏതായിരുന്നാലും പൊന്ന ഹബീബന്മാര്, നമ്മുടെ നാട്ടിൽ സമാധാനം ചെയ്യേണ്ടവരാണ് നമ്മൾ. ഞാൻ നിങ്ങളെ ചെറിയ രാജ്യത്ത് വന്ന് പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചത് ഞാൻ വളരെ ക്ഷീണമായിട്ട് മടങ്ങാൻ വിചാരിച്ചതായിരുന്നു. പക്ഷെ എന്നെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു കടമയുണ്ടായിരുന്നു. ഇവിടുത്തെ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതും എൻ്റെ ഉമ്മയുടെ തറവാട്ടുകാരുമായ ഏറ്റവും വലിയ പ്രശസ്തി നേടിയവരും സ്വത്തുക്കാരും ഇന്നും പല വക ചികിത്സകൾ ഇന്നത്തെ സമ്പ്രദായത്തിൽ ചെയ്തു വരുന്ന അത് തെക്കാണ്. അറിയാം നിങ്ങൾ, കടപ്പുള്ളി മുതൽക്ക് ഇങ്ങോട്ടുള്ള സ്ഥലം. ആ തങ്ങന്മാരുടെ കയ്യിലാണ് അവിടുത്തെ പള്ളികളും എല്ലുന്നു. എന്തിനേറെ പറയുന്നു, മലയുടെ മുകളിലേക്ക് ബാവർ വെട്ടുന്നു, തടുക്കുന്നു എന്നൊക്കെ പറയണല്ലേ. അവിടെ ഒരു പള്ളിയുണ്ട് കയറിപ്പോണ സ്ഥലത്ത്. ആ പള്ളിയുടെ ഭരണം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന പോക്കൺ ഇംഗ്ലീഷ് അറിയാത്ത ഞാനാണ് ഈ പോക്കൺ അറബിയിൽ സംസാരിക്കുന്നത് ഞാൻ. അവിടെ ഒരു മുസ്ലിയാരെ നിശ്ചയിച്ചിരുന്നു. മുസ്ലിയർ പോക്കറ്റടി നടത്തുന്നുണ്ടെന്ന് വേറെ അറിഞ്ഞപ്പോൾ ഞാൻ വേറൊരാളെ നിശ്ചയിച്ചു. അത് മുരളിയാണ്, കരുണാകരൻ്റെ മോൻ മുരളി അല്ല പൊന്ന ഹബീബെ, അല്ലാത്ത വേറൊരു മുരളിനെയാണ് ഞാൻ അവിടെ നിശ്ചയിച്ചത്. അയാൾ വളരെ നിഷ്പക്ഷമായി ആ കാര്യം നടക്കുന്നുണ്ട്. എനിക്ക് കണക്കേറും. മെയിലിയർ പിന്നെ തൽക്കാലം ഇളകരാകുമ്പോൾ ചായ കുടിക്കാൻ പോകും, മറ്റ് മുത്താലിമീങ്ങൾക്കൊക്കെ കാശ് കൊടുക്കും. ഞാൻ പൊരുത്തപ്പെട്ടതൊക്കെ തന്നെയാണ്. ഇനി മെയിലിയന്മാർ ഈ സദസ്സിലുണ്ട്. ഞാൻ പോകുമ്പോൾ എൻ്റെ കാറിന് കണ്ണിൽ തെറിയുണ്ട് പൊന്ന ഹബീബന്മാരെ. ഞാൻ പൊരുത്തപ്പെട്ടതാണ്. ആ കാര്യം ഞാൻ കൊണ്ടുവരലുമില്ല. ഏതായിരുന്നാലും ശരി, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മറ്റന്നാൾ നമ്മുടെ നോട്ടീസ് നിങ്ങൾക്കുണ്ടാവും. അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പത്രമുണ്ട്, അല്ലെങ്കിൽ വേറെ പത്രങ്ങളുണ്ട്, മാതൃഭൂമിയോ അല്ലെങ്കിൽ മനോരമ, ഏതെങ്കിലും പത്രം ഉണ്ടാവും. ഇങ്ങനെയുള്ള പത്രങ്ങളിലെല്ലാം നിങ്ങൾക്കറിയാം ജാമിയ നൂരിയയുടെ സനദ്ദാനം അത് ഒരിക്കലും ശരിയല്ല എന്ന് നിങ്ങൾക്ക് അറിയും. എന്തായിരുന്നാലും ഞങ്ങൾ നടത്തുമെന്നൊരു വാശിയുണ്ടെങ്കിൽ അവരെ ഏറ്റവും വലിയ തെറ്റിൻ്റെ പേരിൽ ശിക്ഷിക്കാനുള്ള വഴിയും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഞാനത് തുറന്ന് പറയണല്ല. ഒരു ഹിന്ദു സ്ത്രീയെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ട സംഭവം അവിടുത്തെ മുക്രി പറഞ്ഞപ്പോൾ മുക്രിയെ തല്ലുകയും ആ കേസ് പിൻവലിക്കാൻ വേണ്ടി പോലീസിന് കാശ് കൊടുത്ത് ഏറ്റവും വലിയ മൂതാവി അയാളുടെ ആളാണ് ഈ മാനുമുഷിരിയെ. അവനെ ഞാൻ ആ തല്ലി ഏറ്റവും വലിയ അവൻ വലുത് പിടിക്കുകയാണെങ്കിൽ ആ ശവം ഞാൻ അവനെ കൊണ്ട് കോരിക്കും ഇൻഷാ അല്ലാഹ്. ഇത് പാവപ്പെട്ട ക്രിസ്ത്യൻ ഒരു ഹിന്ദു സ്ത്രീയാണ്. എന്തിനെ അവളെ തല്ലിക്കൊന്നു? ഇവന്റെ അനാവശ്യത്തിന് വഴിപ്പെടാത്തതിന്റെ പേരിലാണോ? പിന്നെ അതുപോലത്തെ അനവധി ആളുകളെ തൂക്കുമരത്തിൽ കയറ്റുമ്പോൾ കുഞ്ഞാലിക്കുട്ടിനെ എന്തുകൊണ്ട് തൂക്കുമരത്തിന്റെ പേരിൽ കയറ്റുന്നില്ല? റഹ്മാനായ തമ്പുരാനെ,
എങ്ങനെയാ മടങ്ങുക? ഇതൊക്കെ ഞാൻ തുറന്നു പറയാൻ ധൈര്യമുള്ളവനാണ് ഞാൻ ോട് മുസാഫഹത്ത് ചെയ്തുകൊണ്ട് ബയ്യത്ത് ചെയ്തവനാണ്. എന്നോട് ആർക്കെങ്കിലും എതിർക്കാൻ സെഹറ് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ സെഹറ് ചെയ്യുക. മറിഞ്ഞടിച്ച് റോട്ടിൽ മരിച്ച സംഭവം 6 മാസം മുമ്പാണ് കഴിഞ്ഞത്. അറിയോ നിങ്ങൾ? സാധ്യമല്ല. എന്തുകൊണ്ടത് ചെയ്തവൻ ഇന്നും അത് കാല് പിടിച്ചിട്ട് നടക്കുകയാണ്. അവനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് എന്നോടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. ബഹുമാനപ്പെട്ട മദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യാൽ എല്ലാവർക്കും അറിയാം, മഖാമിൽ വെച്ച് എനിക്ക് ബൈഅത്ത് ചെയ്ത മദീൻ ശൈഖ് അവരുടെ പൊരുത്തം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വേണ്ടി ആരെങ്കിലും സെഹർ ചെയ്താൽ സെഹർ മറിഞ്ഞടിച്ചുകൊണ്ട് അവർ റോട്ടിൽ കിടന്ന് മരിച്ച് അവൻ്റെ ശവം കൊണ്ടുപോകുവാൻ, മയ്യത്ത് കൊണ്ടുപോകുവാൻ ആ മുതലാളി ചെക്കനെ എൻ്റെ കാശിലാണ് കൊണ്ടുപോയത്. നിങ്ങളുടെ നാട്ടിൽ വന്ന് അന്വേഷിക്കുക. കുടുംബം എന്നും മുതലാളിമാരാണ്. എന്തിനേറെ പറയുന്നു, അതിൻ്റെ കുടുംബാദികൾ ഈ പ്രദേശത്തെ വലിയ മുതലാളിമാർ, കച്ചവടക്കാരാണ്. ഞാൻ ആ സംഗതിയിലേക്ക് നീങ്ങുന്നില്ല. പക്ഷേ എനിക്ക് അല്ലാഹു അങ്ങനെ ഒരു ഭാഗ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ ഞാൻ അതൊരു ശുക്രിയ എന്ന നിലയിൽ ഞാൻ പറയുകയും തെറ്റുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് ചെയ്യണം തമ്പുരാനെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ ക്ഷണിച്ച സ്ഥിതിക്ക് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതാണ്. ശംസുൽ ഉലമ എന്നെ ആരെന്ത് പറഞ്ഞാലും നിങ്ങളെ കാല് പിടിക്കുമെന്ന് പറഞ്ഞ് അവരെല്ലാം കാല് പിടിച്ച് അവസാനം ശുവക്കേട് മാറിയപ്പോൾ എനിക്ക് എതിർത്ത് കള്ളപ്പണമുണ്ടാക്കിയ തമ്മാടികളാണ് ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സന്നദ്ധാനത്തിൻ്റെ നേതാവികൾ എന്ന് നിങ്ങളോട് പറയുന്നു. അർഹമുർ റഹീമായ തമ്പുരാൻ ആ വലിയ സ്ഥാപനം പഴയ ആളുകളുടെ ബർക്കത്ത് പോലെ അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയും ആരൊക്കെ അതിനെ എതിർത്തിട്ടുണ്ടോ അവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്നും, മരിച്ചവരുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്നും, നമുക്ക് അള്ളാഹു തആല സത്യത്തിൻ്റെ മാർഗം തെളിയിച്ചു തരട്ടെ എന്നും, നിങ്ങളേവരും ഒന്നായിക്കൊണ്ട് തന്നെ നാട്ടിനും നന്മക്കും വേണ്ടി പ്രവർത്തിക്കണമെന്നും ഞാൻ വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ സംസാരത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ഇവിടുത്തെ തങ്ങൾ അദ്ദേഹം എൻ്റെ കുടുംബവുമായി ബന്ധമുള്ളവനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ തങ്ങൾ, അദ്ദേഹത്തിൻ്റെ എല്ലാ ബന്ധുക്കളും ഞാനുമായി അവിടെ മിസ്രിൽ നിന്ന് ബന്ധമുള്ളവരാണ്. അവരിൽ നിന്നുള്ള ഒരു സംഘം അവർ മലേഷ്യയിൽ പോയി താമസമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പോകുമ്പോൾ ഈ തങ്ങന്മാർ ഒന്ന് എനിക്ക് പരിചയപ്പെടുത്തി തരണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ആ വിവരം അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിവരം എനിക്കറിയാം. തങ്ങൾ രണ്ടുപേർക്ക് വേണ്ടി സംസാരിച്ച് സമ പിരിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അർഹമുർ റഹീമായ തമ്പുരാൻ നമ്മളെല്ലാവരെയും ഒരേ നിലയിൽ അണിനിരത്തിക്കൊണ്ട് എല്ലാ നിലയിലും നിങ്ങൾ ഇലക്ഷൻ സംബന്ധിച്ച് ഞാൻ സംസാരിക്കണില്ല, അത് ആർക്കാണ് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളെ. ഏതായിരുന്നാലും നമ്മൾ നാട്ടിൻ്റെ മഹിമ നിങ്ങൾ നിലനിർത്തണം. നാട്ടാളികളായ ചില കുട്ടികളുണ്ടായി, അത് APക്കാരുടേത്, അതല്ലെങ്കിൽ SKSSF, പിന്നെ ഇങ്ങനെ പലരും ഉണ്ടാവും. അവരൊക്കെ അവരിഷ്ടം പോലെ ആയിക്കോട്ടെ. നിങ്ങളെന്തിനല്ല ഈ വയസ്സന്മാരുള്ള ഈ രാജ്യത്ത് അല്ലാഹു ബർക്കത്ത് ചെയ്ത ഈ രാജ്യത്ത് എന്തിനാണ് നിങ്ങളതിൽ ആളടിക്കുന്നത്? അവർ തക്ബീറും ചൊല്ലി പോയിക്കോട്ടെ, മറ്റവരും തക്ബീറും ചൊല്ലി പോയിക്കോട്ടെ, ഇംഗ്ലീഷുള്ളവർ ഇഷ്ടം ചെയ്യട്ടെ. സമസ്തക്ക് നിങ്ങൾ വോട്ട് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളത്. അതെനിക്ക് പറയാനുള്ളൂ. ആ പോക്കൺ അറബിയ പറയണം. കാരണം എന്നെ അവഹേളിച്ചിരിക്കുകയാണ്. എന്നെ കൊണ്ട് പറഞ്ഞൂടെ? എന്തിനേറെ പറയുന്നു, ഞാനുമായി വലിയ അടുപ്പമില്ലാത്ത AP മുസ്ലിയാർ എന്നെ ഞങ്ങളുടെ സമ്മേളനത്തിൽ തന്നെ ഇത് വരണമെന്നൊരു കത്ത് കൊടുത്ത് അവിടെ വന്ന് കൊടുത്തെന്ന് പറയണം. എനിക്ക് അന്നാണ് കത്ത് വായിച്ചത്. ആ സ്ഥാനം പോലും ഈ സമസമുദായികൾ, അവിടുത്തെ കരിഞ്ചന്ത കച്ചവടക്കാർ, അവിടുത്തെ തെമ്മാടിത്തരം ചെയ്ത് ഇന്നും അവരെ പുറത്താക്കാൻ വേണ്ടി പലരും ഉത്സാഹിക്കുന്ന ആ നാട് പാവപ്പെട്ട തങ്ങന്മാരവിടെ ഭയന്നുകൊണ്ട് അവർക്കൊന്നും ചെയ്യാതെ ദുആ ചെയ്യാണ്. അർഹമുർ റഹീമായ തമ്പുരാൻ ആ മഹാസ്ഥാപനം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. അതിലുള്ള ഈ മൂദേവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറം തള്ളി പഴയതിലേക്ക് മടങ്ങാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടും എൻ്റെ ഈ സംസാരത്തിൽ വല്ല പിഴവും വന്നിട്ടുണ്ടെങ്കിൽ അർഹമുർ റഹീമായ തമ്പുരാന് എനിക്ക് മാപ്പ് ചെയ്യണമെന്ന് അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്. നിങ്ങളും ദുആ ചെയ്യുക. എനിക്കും അറിയാം, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ വമൻ സുഹ്സിയ അനിൻ നാരി ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. മരണം എപ്പോഴാണെന്ന് ആരും അറിയില്ല. ഇന്നലത്തെ എത്രയോ സങ്കടപ്പെട്ട മരണമാണ് ഉണ്ടായത്. ഒരു കുടുംബം ഹിന്ദുക്കൾ മുഴുവനും മരിച്ചു, ഒരു കുടുംബം മുസ്ലിമീങ്ങൾ മുഴുവനും മരിച്ചു. എങ്ങനെയാണ് അവരെ ഖബർസ്ഥാനത്തിൽ കൊണ്ടുപോയത് എന്ന് സങ്കടത്തോടുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ള
അപായ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങൾക്ക് സത്യവഴി കാണിച്ചു കൊടുക്കണം തമ്പുരാനെ. ഉമ്മവാപ്പാമാരുടെയും ഉസ്താദന്മാരുടെയും സ്നേഹവും ബഹുമാനവും അതുപോലെ പഠിച്ച സ്ഥാപനത്തിൻ്റെയും കിതാബിൻ്റെയും എല്ലാം ബഹുമാനത്തോടു കൂടി ജീവിക്കുവാനും മരിച്ച നമുക്ക് വേണ്ടി ഫാത്തിഹ ഓതാനുള്ള ബർക്കത്തും ആ കുട്ടികൾ ഉണ്ടാകുന്ന രീതിയിൽ അവരുടെ ജനനവും മരണവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.